ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ കാർത്തി. ഞാനൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാനാണ് വന്നത്, മെയിനായിട്ട് കേൾസിന് വേണ്ടി. അപ്പോൾ എന്നെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഫ്രിസ്സുള്ള കേൾസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ കേളപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റാണ്. അപ്പോൾ എൻ്റെ മുടി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസ്സി ആയിരുന്നു. എനിക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ചകിരി എന്നൊക്കെ വിളിച്ചതിനെ ഭയങ്കര കളിയാക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റയിൽ കണ്ടത്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മേടിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. അതിൽ ഷാംപൂ, കണ്ടീഷണർ, ഹെയർ ഡിഫൈനിങ് ക്രീം, ഹോൾഡിങ് ജെല്ല്, ഹെയർ ഓയിൽ, അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഷാമ്പും കണ്ടീഷണറും എൻ്റെ വേറൊരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 3 പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അതിൽ ആദ്യത്തെയാണ് കേൾ ഡിഫൈനിങ് ഹെയർ മാസ്ക്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യണം. ടിപ്പ് തൊട്ട് സ്കാൽപ്പിൽ തൊടരുത്, അല്ലാണ്ട് ഹെയറിൽ മാത്രമേ യൂസ് ചെയ്യുക. എന്നിട്ടൊരു 5 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. നല്ലോണം എന്താ പറയുക, നമ്മുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ സ്മൂത്ത് ചെയ്യാനും ഒരു ഡിഫൈൻ ഷൈൻ തരാനും ഒരു സ്മെല്ലൊക്കെ തരാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഒരു പ്രത്യേക സ്മെല്ല് അതിന്. ഷിയ ബട്ടറും അവോക്കാഡോ ബട്ടറും മാംഗോ ബട്ടറൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മാസ്കാണ്. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിഫൈനിങ് ക്രീം. ഈ ക്രീം മെയിനായിട്ട് നമ്മൾ കണ്ടീഷനിങ് കഴിഞ്ഞിട്ട്, ഈ പ്രൊഡക്റ്റ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെയാണ് ഡിഫൈനിങ് ക്രീം. അപ്പോൾ ഇത് ഡിപ്പിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് നമ്മളെ മുടി വന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴാന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ ഹെയർ പാർട്ടീഷനായിട്ട് എടുക്കുക. എന്നിട്ടിത് സ്കാൽപ്പിൽ തൊടാതെ ഹെയറിൽ മാത്രം ടിപ്പ് തൊട്ട് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ഹോൾഡിങ് ജെല്ലുണ്ട്, ഡിഫൈനിങ് ഹെയർ ജെല്ലാണ്. ഇത് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഭയങ്കരമായിട്ട് സ്ക്രഞ്ച് ചെയ്യുക. താഴെ നിന്ന് മുകളിലോട്ട് അത്യാവശ്യം നല്ല ഇതിൽ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രഞ്ച് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന പോലെ ഒരു ഫീൽ വേണം ശരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിഫ്യൂസർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ എയർ ഡ്രൈ. ഞാൻ മെയിനായിട്ട് എയർ ഡ്രൈ ആയിരിക്കും സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടി. പക്ഷെ കുറച്ച് സമയം എടുക്കും. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മുടി കാണാൻ. എൻ്റെ മുടിക്ക് നല്ല ഹോൾഡായിട്ട് കിടക്കുന്നുണ്ടല്ലേ, കുറച്ച് പണിയുണ്ടെങ്കിലും നല്ല രസം ചെയ്യാൻ. നല്ല ഡിഫൈൻ ആയിട്ടുള്ള ഹോൾഡായിരിക്കും കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ജെല്ല് യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഓയിലോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് ജെല്ലിൻ്റെ കാസ്റ്റ് ഇതാക്കാം. അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതെല്ലാം എൻ്റെ സെക്കൻഡ് ബോട്ടിൽസാണ്. ഞാൻ യൂസ് ചെയ്ത് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈലിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.